പണ്ഡിതമായ അഭിപ്രായം. മതപരമായ ഒരു നില പറയുകയാണെങ്കിൽ മതപരമായ ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് ഏത് മതക്കാരാണെങ്കിലും ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിവേചനമോ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയെന്നുള്ളതിന്റെ ഒന്നും ഇസ്ലാമിനില്ല. ഇസ്ലാമിന് ഇസ്ലാം, പിന്നെ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ, ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ. ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ, ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതത് മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട്. ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടത്തേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തക്ബീർ ചൊല്ലി നിസ്കരിച്ച് അതാണ് നമ്മളെ ആഘോഷം, പ്രധാന ആഘോഷം. പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെ അല്ലേ, ഇതാണ് നമ്മുടെ ആഘോഷം. ചെയ്യാം, എന്നിട്ട് ഓരോട് സദൃശമാകാം. ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെ ആലോചിച്ചറിയാലോ, അവരുടെ മതപരമായ ഒരു ആഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യാം. ഓല് പൂവിട്ടാ നമ്മളും പൂവിടുക, ഓല ഓണത്തപ്പനെ വെച്ചാൽ അത് ചെയ്യാം, ഓല് മഹാബലിയെ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠിക്കുക, ഓല ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചാൽ അതിൻ്റെ ഒപ്പം ചെയ്യുക. അതുപോലൊക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു, ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു എന്നാണ് മതപരമായ അതിന്റെ വിധി. അതേസമയം അങ്ങനെ ഉദ്ദേശമില്ലാതെ, അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ, ഒട്ടും അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല. അവർ ചോറിച്ചപ്പോ ആ ചോറൊന്ന് വേവിച്ചു, അല്ലെങ്കിൽ ഓല് വിളിച്ചപ്പോ ഒന്ന് പോയി, ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതിയുള്ളൂങ്കിൽ ഫലാശയാലേ, അവിടെ തഅ്സീർ ചെയ്യേണ്ട കാര്യവുമില്ല, അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർ തന്റെ ഫത്താവൽ കുബറയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ ഫത്വയിൽ വായിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ ചെയ്യും പോലെ തന്നെ ചെയ്യുക എന്നുള്ള നിലക്ക് നമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി. കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ, അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശമാകുക എന്ന് പറഞ്ഞാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഇതര മതക്കാരോട് ഒരുത്തർ സദൃശമായി അവരുടെ വേഷം ധരിക്കുക, അവരെ പോലെ ചെയ്യുക, അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ അവരിൽപ്പെട്ടവരാകുന്നു എന്ന് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ തശബ്ബുഹ് നിഷിദ്ധമാകുന്നു എന്ന് നമ്മുടെ ഇമാമിയങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇത് സംബന്ധിച്ച് പറയേണ്ട സത്യം. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങളൊക്കെ ഏകം എളുപ്പമാകും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ പറയാം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് ഈ കാലത്ത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണം. ഈ കാലത്തും ആ കാലത്തായാലും ഏറ്റവും വളരെ ചിന്താപരമായി അതിന്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നല്ല ഒരു ശാസ്ത്രമാണ്, വിശാലമായ ശാസ്ത്രമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. ആ കർമ്മശാസ്ത്രത്തിൽ 4 മദ്ഹബുകളുണ്ട്, 4 കൈവഴികൾ. ഈ 4 കൈവഴികളെയും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാനും സ്വീകരിക്കാനും വിഷയങ്ങളിൽ പറ്റും. തമ്മിൽ കൂട്ടിക്കലസരുതേ ഉള്ളൂ. കൂട്ടിക്കുഴക്കുന്ന സംഭവമില്ലാതെ ഓരോ മദ്ഹബ് അനുസരിച്ചെടുക്കാനും പറ്റും. നമ്മുടെ മദ്ഹബിൽ ഇല്ലാത്ത ഇളവുകൾ മറ്റു മദ്ഹബുകൾ കിട്ടും. ആ മദ്ഹബിൽ ഇല്ലാത്ത ചില ഇളവുകൾ നമ്മുടെ മദ്ഹബിൽ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇളവുകൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപകടാവസ്ഥയിൽ വരുമ്പോൾ എല്ലാവർക്കും പറ്റും. ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ചില നിഷിദ്ധങ്ങൾ, അതിനേക്കാൾ വലിയൊരു നിഷിദ്ധത്തെ നമ്മൾ ഭയപ്പെടുമ്പോ ചെറിയ നിഷിദ്ധം തിരഞ്ഞെടുക്കേണ്ടി വരും. 2 നിഷിദ്ധങ്ങൾ വരുമ്പോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണം പറയാ, നമ്മളെ വീടിന്റെ അകത്ത് നമ്മളെ സംസ്കാരത്തില് നമ്മൾ കൃത്യമായി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നോക്കുന്നതും കാണുന്നതൊക്കെ ചിന്തിച്ചാല് നമ്മളെ കുടുംബത്തിന് വലിയ തെറ്റുണ്ടാവും, വമ്പിച്ച തെറ്റുണ്ടാവും. കുടുംബ ബന്ധം മുറുക്കേണ്ടി വരും. നമ്മളെ ഏറ്റം കെട്ടി കൊടുന്ന പെണ്ണിനെ കണ്ടുകൂടാ, ഈ രീതിയിൽ പോയി എളാപ്പാരെ, എളാന്മാരെ, അമ്മമാരെ, അമ്മായിമാരെ ഇവരൊന്നും നമ്മൾ കാണാൻ പാടില്ലല്ലോ ശരിക്ക്. പക്ഷെ അത് കാണാതെ നമ്മൾ നിന്നാല് പിന്നെ എന്തേക്കാരം പറയാ, ഓപ്പണ് വലുതായി. അമ്മായി എന്താ പറയാ, അമ്മോന്റെ വീടുകൾ ഓപ്പങ്ങോട്ട് വലുതായി മൂലേരായി നോക്കുമ്പോ ഇനിയും കാണണ്ട, ഇന്നെ കാണാനും പാടുള്ളവരോ എന്നാ കയ്യൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നവരെയൊക്കെ അറിയത്. അങ്ങനത്തെ ഒരു കുടുംബബന്ധം മുറിക്കുക എന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയ ചെറിയൊരു ഹറാമ് ഓലോടൊന്ന് നോക്കി ചിരിച്ചു വർത്താനം പറയലൊക്കെ വേണ്ടി വരും. സംഗതി ഹറാം തന്നെയല്ലേ?
അപ്പൊ ഈ രീതിയിലുള്ള പല അപകടകരമായ സംഭവങ്ങൾ വന്നാൽ ആ അപകടത്തെ തടുക്കാൻ വലിയ അപകടത്തിൽ നിന്ന് ചെറിയതെടുക്കുക, രണ്ട് നിഷിദ്ധങ്ങളിൽ നിന്ന് കടുത്ത നിഷിദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ നിഷിദ്ധം എടുക്കുക എന്ന രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഫിഖ്ഹിയായി ഇസ്ലാമികമായി മാനമുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്. ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ചിലരങ്ങനെയൊന്നും അല്ല, കുറച്ച് അതിര് കടന്ന് അങ്ങോട്ട് എത്തണം, സങ്കരമായൊരു സംഗതി വരണം എന്ന് കരുതിയിട്ട് ഇടപെടുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മതേതരന്മാരായ രാഷ്ട്രീയക്കാർ, മതബോധമില്ലാത്ത രാഷ്ട്രീയക്കാർ, മതപ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയക്കാർ എല്ലാം ഒരുപോലാക്കാൻ വേണ്ടി പണിപ്പെടുകയും എല്ലാം ദേശീയമാക്കാൻ വേണ്ടി പരിപ്പെടുകയും ചെയ്യുന്നതിന്റെ കുരുക്കുകളിൽ അകപ്പെട്ട് അവരുടെ ഗൂഢതന്ത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ചതിപ്പെട്ടുകൊണ്ട് മതക്കാർ അപകടത്തിൽപ്പെട്ടതാവണം ഇത്. എന്നല്ലാതെ ഓരോരുത്തരും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് പറയല്ല, സമൂഹത്തിൽ മൊത്തമായിട്ട് ഓരോരുത്തരും തിന്മകൾ വരികയാണ്.